എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഇന്നത്തെ. ഇന്ന് നമ്മൾ ക്യാമ്പിങ്ങിന് പോകണം. ഓസ്ട്രേലിയ വന്നിട്ട് ഞാനും ആദ്യമായിട്ടാണ് ക്യാമ്പിങ്ങിന് പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മളൊരു വൈനറി വിസിറ്റ് ചെയ്യണം. ഇപ്പോൾ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം പക്ക സമ്മറാണ്. ഈ സമ്മർ ടൈമിലാണ് നമുക്ക് ഈ വൈനറീസ് ഒക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളത്. അതുപോലെ തന്നെ ഈ വൈനറി വിസിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ വൈൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതും പറഞ്ഞ് ഒത്തിരി വൈനും നമുക്ക് തരില്ല, ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മെൽബണിൽ ഫേമസ് ആയിട്ടുള്ള 2 വൈനറീസ് ആണ്. ഒന്ന് യാരാവാലിയും ഒന്ന് മോണിംഗ്ടൺ പെനിൻസുലയും. നമ്മൾ വന്നിരിക്കുന്നത് യാരാവാലിയിലാണ്. ഈ ഏരിയയിൽ ഒത്തിരി വൈനറീസ് ഉണ്ട്. നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഇതിനേക്കാളും വലിയൊരു വൈനറി നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. വൈൻ മാത്രമല്ല, ഇവിടെ നല്ല അടിപൊളി ഒരു കഫേ ഉണ്ട്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. എങ്ങനെയുണ്ട് വൈൻ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ആണോ? മധുരം ഉണ്ടോ അതോ കയ്പാണോ പുളിയാണോ? പുളിപ്പാ. അതിന്റെ കുടിക്കാണ്ട് ചെയ്യാൻ തോന്നില്ലല്ലോ അങ്ങനെ. ഏക്കർ കണക്കിന് സ്ഥലത്താട്ടോ ഈ മുന്തിരിത്തോപ്പ് നിൽക്കണേ. മുന്തിരികളെല്ലാം പാകമായിട്ട് വരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന മുന്തിരിയിൽ നിന്നാണ് ഈ വൈൻസ് ഒക്കെ ഉണ്ടാക്കണേ. അതുകൊണ്ട് നമുക്ക് അവിടെ വൈൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ ആ വൈൻ്റെ ഫുള്ള് കാര്യങ്ങൾ, എത്ര വർഷം പഴക്കമുണ്ടാകുന്നത്, എല്ലാ കാര്യങ്ങളും ഇവർ നമുക്ക് പറഞ്ഞു തരും. ഞങ്ങൾ വന്നിരിക്കുന്ന ഈ വൈനറിൽ വരാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വണ്ടി പാർക്കിന് കൊടുത്തുനിന്ന് മുകളിലേക്ക് ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട്, അത് യൂസ് ചെയ്യാൻ നോക്കണം. അതല്ലെങ്കിൽ നമ്മളിത് ഒത്തിരി മുകളിലേക്ക് നടക്കാനുണ്ട്. അത് ഞങ്ങൾക്ക് അറിയാൻ പാടാത്ത കാര്യം ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ടു. കൂടെ ദീപ്തിയും ഒത്തിരി പാടുപെട്ടിട്ട് മുകളിലേക്ക് വന്ന് കയറി. ഫുഡിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. നമ്മുടെ വീഡിയോ കാണാൻ എല്ലാവർക്കും അറിയാം, നമ്മളെവിടെ പോകുമ്പോഴും ഫുഡ് കൊണ്ടാണ് പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഉച്ചക്കാലത്തെ ഫുഡും അവിടെ ഇരുന്നാണ് കഴിച്ച് നമ്മളിനി ക്യാമ്പിങ്ങിൻ്റെ സ്പോട്ടിലേക്ക് പോവാം. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 125 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഈ ക്യാമ്പിംഗ് സ്പോട്ടിലേക്ക്. 3 മണിയായപ്പോഴേക്കും ക്യാമ്പിംഗ് സ്പോട്ടിലെത്തി. 2 മണിക്കായിരുന്നു ചെക്കിന്. ബിഗ് ഫോർ ഹോളിഡേ പാർക്ക് എന്നാണ് ഈ ക്യാമ്പിംഗ് സ്പോട്ടിൻ്റെ പേര്. നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റൊക്കെ എടുത്തത്. അതിൻ്റെ പകുതി എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴി പേ ചെയ്തു. ബാലൻസ് എമൗണ്ട് നമ്മൾ ഡയറക്റ്റ് റിസപ്ഷനിൽ ഒന്ന് പേ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഹോട്ടൽ അക്കോമഡേഷൻ അതുപോലൊന്നും നമ്മൾ വില എടുത്തരുത്. ഒരു ചെറിയൊരു ഓഫീസ് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇതാട്ടോ ഞങ്ങളെടുത്ത ടെൻറ്റ്. ഇതിൻ്റെ അകത്തൊരു ബെഡുണ്ട്, ഒരു ഫ്രിഡ്ജുണ്ട്, പിന്നെ എന്താ പറയുക, AC ഉണ്ട്. അങ്ങനത്തെ ഒരു ചെറിയൊരു സെറ്റപ്പുള്ള ഒരു ചെറിയൊരു സർക്കസ് കൂടാരം, അത്രയുള്ള സംഭവം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ ടെൻ്റ് ഒന്ന് വാങ്ങിച്ച് അത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണ്ട. ഇപ്പം മമ്മിക്കും ദീപ്തിയൊക്കെ ഇങ്ങനെ ഉള്ള കാരണം നമുക്ക് അങ്ങനത്തെ ടെൻ്റ് അടിച്ച് താമസിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ടെൻ്റ് എടുത്തത്. ഇനി നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മൊത്തം ഒരു 5 ഫാമിലി ഉണ്ട് കേട്ടോ. അവർക്ക് 4 പേർക്കും ആ ഒരു വലിയ പറമ്പിൽ ഓരോ സ്പോട്ട് വെച്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്പോട്ടിൽ നമ്മൾ കൊണ്ടുവന്ന ടെൻ്റൊക്കെ വെച്ച് കെട്ടി ബ്ലാങ്കറ്റൊക്കെ സെറ്റ് ചെയ്ത് അവിടെയാണ് കിടക്കാണ്. കറണ്ടും ഇല്ല, വെള്ളമില്ല, ഫുഡും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ വരുമ്പോൾ കൊണ്ടുവരണം. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും, പിന്നെ ഇത് എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഒന്നര 2 മണിക്കൂർ എടുത്തുള്ളൂ. അപ്പോഴേക്കും 4 ടെൻറ്റും സെറ്റായി. പിന്നെ നമ്മൾ ടെൻറ്റ് കെട്ടിയതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു റിവറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കയാക്കിങ് നടത്തി പിന്നെ നമ്മളവിടെ പൊളി അങ്ങോട്ട് തുടങ്ങി. രാത്രി ആയപ്പോഴേക്കും ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ 5 ഫാമിലി വന്നപ്പോഴും അവരവർക്ക് അലോക്കേറ്റ് ചെയ്തിരുന്ന ഫുഡൊക്കെ അവർ കൊണ്ടുവന്നിട്ടായിരുന്നു. നമ്മുടെ ട്രിപ്പൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒരുമിച്ച് ചെറിയൊരു ഗെയിമൊക്കെ കളിച്ച് ആദ്യത്തെ നൈറ്റ് നമ്മളവിടെ അടിച്ച് പൊളിച്ചു.
അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വന്നേ പിന്നെ നമുക്ക് മനസ്സിലായി ക്യാമ്പിംഗ് എന്താണെന്നുള്ളത്. പല തരത്തിലുള്ള ടെൻറ്റുകളും വണ്ടികളും അങ്ങോട്ട് വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ആൾക്കാരുടെ താമസിക്കുകയാണ്. പക്ഷെ 2 ദിവസമാണെന്നുള്ളൂ കേട്ടോ മാക്സിമം സ്റ്റേ. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ടോയ്ലറ്റ് കേട്ടോ, പബ്ലിക് ടോയ്ലറ്റ് ആണ്. പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ടോയ്ലറ്റ് എല്ലാം. പിന്നെ ഇവിടെ പല തരത്തിലുള്ള ഇൻബിൽറ്റ് ടെൻറ്റുകൾ കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇത് സഫാരി ടെൻസ് എന്നാണ് പറയണത്. അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. പിന്നെ ഈ ഇപ്പം ഞങ്ങൾ താമസിച്ച ടെൻറ്റ് പോലെ തന്നെ ഒരു 3-4 ടെൻറ്റ് ഈ കോമ്പൗണ്ടിനകത്തുണ്ട്. അതെല്ലാം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു പ്രൈവസി കിട്ടും. രണ്ടാമത്തെ ദിവസത്തെ മോർണിംഗ് ടീ, പാൻ കേക്ക്, ഓംപ്ലേറ്റ് ഒക്കെയാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വലിയ ആഘോഷമായ പരിപാടികളൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു സെറ്റപ്പിനകത്ത് നമുക്ക് എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലായിരുന്നു നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ക്യാമ്പിങ്ങിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം പ്രായമുള്ള കൈക്കുഞ്ഞു തുടങ്ങി 65 വയസ്സ് വരെ പ്രായമുള്ള കാരണവന്മാർ ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സുബിൻ്റെ പപ്പയും മമ്മിയും ഉണ്ടായി, ദീപ്തിയുടെ മമ്മി ഉണ്ടായി. പക്ഷെ അവരെല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവർ ഓക്കെ പിന്നെ നമുക്ക് എന്ത് നോക്കാനുള്ള. രണ്ടാമത്തെ ദിവസം അടിപൊളിയായിരുന്നു അങ്ങോട്ട്. ഇന്നത്തെ ടെമ്പറേച്ചർ കണ്ട് 30-31 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ആ സെലക്ട് ചെയ്ത ഏരിയ റിവർ സൈഡ് ആയ കാരണം നമുക്ക് അങ്ങനെ വലിയൊരു ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ എല്ലാവർക്കും വെള്ളത്തിലിറങ്ങി കളിക്കലൊക്കെ ആയിരുന്നു. വെള്ളത്തിന് ചെറിയൊരു ഒഴുക്കുണ്ട്. എന്നാലും വന്നപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ആയിട്ട് വന്ന കാരണം പിള്ളേർക്കായാലും വലിയവർക്കായാലും എനിക്കൊന്നും നീന്തലൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഞാനുൾപ്പെടെ വെള്ളത്തിലൊക്കെ ചാടി. പിന്നെ നമ്മുടെ അരുണിന് വെള്ളത്തിലിറങ്ങാൻ ഒത്തിരി മടിയായിരുന്നു. പിന്നെ വെള്ളത്തിൻ്റെ തണുപ്പത്തും ഒടുക്കത്തെ തണുപ്പായിരുന്നു. പിന്നെ ഒരാൾ വെള്ളത്തിലിറങ്ങിയ ഒരു മോശം കേടല്ലേ. പിന്നെ ഒരു കണക്കിന് അരുണിനെ പിടിച്ചു വലിച്ചാണ് വെള്ളത്തിലേക്ക് ഇറക്കിട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പുകളുണ്ട്. പാർക്ക്, ഗോൾഫ് ക്ലബ്ബ്, സ്വിമ്മിംഗ് പൂള്, ചെസ് ബോർഡ്, അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റിയോടെ അടങ്ങിയ ഒരു ഹോളിഡേ പാർക്കായിരുന്നു കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അടുത്തൊന്നും യാതൊരു തരത്തിലുള്ള ഗ്രോസറി ഷോപ്പുകളോ ഫുഡ് കൗണ്ടേഴ്സോ അതുപോലെ തന്നെ ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റോ ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ഒരു 15 കിലോമീറ്റർ പോയിട്ടാണ് ഇങ്ങനത്തെ ഒരു ബുച്ചറി ഷോപ്പ് കിട്ടിയത്. അവിടെ നിന്നാണ് ഈ മാരിനേറ്റ് ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന്. ഞങ്ങളുടെ ടെൻറ്റിനകത്ത് ബാർബിക്യൂ ഉണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ ബാർബിക്യൂ ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഫുഡൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് നേരെ ഫ്രണ്ട്സിൻ്റെ ടെൻറ്റിലവിടെ പോയി ആ രണ്ടാമത്തെ ദിവസത്തെ നൈറ്റും നമ്മളവിടെ തകർത്തു. ഈ ക്യാമ്പിംഗ് ഏരിയയിൽ തന്നെ ഒരു ക്യാമ്പ് കിച്ചൺ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ബാർബിക്യൂ സ്റ്റാൻഡ്, അതുപോലെ തന്നെ മൈക്രോവേവ്, ഫ്രിഡ്ജ്, ഒരു കിച്ചൺ, ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്ത്, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. ഉപയോഗം കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഈ ന്യൂസിലാൻഡ് ബൂംബ കഴിക്കുന്ന പോലെ ഇങ്ങനെ വായിലോട്ട് വെച്ചിട്ട്
അപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ ക്യാമ്പ് കോമ്പൗണ്ടിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പോയിരിക്കണം. അപ്പോൾ രാവിലത്തെ ടീ സുബിൻ്റെ മമ്മി ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഫുഡിനകത്ത് ബാലൻസുള്ള ചപ്പാത്തിയും ബ്രെഡും ഓംലെറ്റൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ തക്കിട്ട് തന്നെ പരിപാടിയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ന് ഇവിടെ നമ്മൾ വണ്ടി വിടാണ്. അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് വണ്ടി വിട്ടു. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കയറിയ വൈനറി. ഈ വൈനറി എന്ന് പറഞ്ഞാൽ വളരെ വലുതാട്ടോ. ഈ വൈനറിൽ നമുക്ക് ഹെലികോപ്റ്ററൊക്കെ വെച്ച് മറ്റേ മുന്തിരിത്തോപ്പൊക്കെ നമുക്ക് കാണിച്ചു തരും. അതിന് ഫീസൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞ് ഇവിടുത്തെ വൈൻ ടേസ്റ്റ് ഒരു ഡിഫറൻറ്റാണ്. ഒരു 8 തരത്തിലുള്ള വൈൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. 1 മണിക്കൂർ കൂടുതൽ സമയം എടുക്കും. ഒരു ചെറിയ ഫീസൊക്കെ ഉണ്ട്. പിന്നെ ഈ വൈൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത് തന്നെ വന്നിട്ട് ആ വൈനിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറഞ്ഞു തരും. പെട്ടെന്ന് കുടിച്ചിറങ്ങി പോകാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാടൊന്നും തരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 സ്പൂണൊക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ തന്നെ ഒരു വലിയൊരു കഫേ കേട്ടോ. അപ്പോൾ ലഞ്ചൊക്കെ നമ്മൾ അവിടെ നിന്ന് സുബിനും ടോണിയൊക്കെ ആയിട്ട് വെറൈറ്റി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഞങ്ങൾ പോയ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മുടെ സിഡ്നി ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.